അമ്മേ ദൈവം ഇല്ലാതിരുന്നെങ്കിലോ? തുടരണം ഇടതുഭരണം. മൂന്നാം തവണയും LDF കേരളത്തിൽ അധികാരത്തിൽ വരണം. പ്രളയ ഫണ്ട് മുക്കിയിട്ടുണ്ട്, ഖജനാവ് പഠിച്ച് നക്കിയിട്ടുണ്ട്, രക്തസാക്ഷികളുടെ ചോര കുടിച്ച് ചീർത്തിട്ടുണ്ട്, അഭിമന്യുവിന്റെ മരണത്തെ വിറ്റ് തിന്നിട്ടുണ്ട്, മലയാളികളുടെ ആരോഗ്യ വിവരങ്ങളും സ്വകാര്യതകളും കാശാക്കിയിട്ടുണ്ട്, അമ്പലക്കൊള്ള നടത്തിയിട്ടുണ്ട്, അയ്യപ്പസ്വാമിയെ അവഹേളിച്ചിട്ടുണ്ട്, ശബരിമലയിലെ സ്വർണവും തേങ്ങയും നെയ്യും വരെ കട്ടിട്ടുണ്ട്, കട്ടള പോലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, പിൻവാതിൽ നിയമനങ്ങൾ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്, അഴിമതി ആചരണം മുറയ്ക്ക് നടത്തിയിട്ടുമുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, നെറുകേടുണ്ട്, നേരില്ലായ്മയുണ്ട്, ചതിയും വഞ്ചനയും കുതുകാൽവെട്ടുമുണ്ട്, സകലമാന വൃത്തികേടുകളും കൈവശവുമുണ്ട്. എങ്കിലും ഇനിയും ഇടതുഭരണം വരണം. ഭരണം കിട്ടിയാൽ മിച്ചമുള്ളത് കൂടി അവർ കട്ടുമുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. കട്ടുമുടിക്കും, അത് അച്ചട്ടാണ്. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അവർ നാട് കട്ടുമുടിക്കില്ല, പകരം മുടിച്ചേ കക്കുകയുള്ളൂ. കട്ടുമുടിക്കുന്നതും മുടിച്ച് കക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇടതു കൂടാരത്തിൽ കഴിഞ്ഞിരുന്ന തീവ്രമത മൗലികവാദികൾ ഇടതിനെ ആകാവുന്നത്ര ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കൂടും കുടുക്കയും എടുത്ത് വലതുപാളയത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, കാരണം ഇടതായാലും വലതായാലും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരുടെ ജനസേവനാസക്തി അവരുടെ പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒട്ടും തന്നെ ഇല്ല. നാട് നന്നാക്കാനോ നാട്ടുകാരെ സേവിക്കാനോ അല്ല, സ്വയം നന്നാവാനും സ്വന്തക്കാരെ നന്നാക്കാനുമാണ് അവർ ഭരണം തേടുന്നതും നേടുന്നതും. അതായി പോയി പ്രബുദ്ധ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം. അതുകൊണ്ട് ആരു ഭരിച്ചാലും ഇനി കേരളം നന്നാവുകയില്ല. അപ്പോൾ പിന്നെ നാടിന് കൂടുതൽ നാശം പകരാത്തവർ ആരായിരിക്കും എന്നതാണ് നോക്കേണ്ടത്, അല്ലേ? അങ്ങനെ നോക്കുന്നതാണ് ബുദ്ധി. കൊല്ലങ്ങളായി ഭരണമില്ലാത്തത് കൊണ്ട് മുഴുപട്ടിണിയാണ് എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പാപ്പാനായിട്ടുള്ള KC വേണുഗോപാലാണ്. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. അപ്പോൾ അവർക്ക് ഭരണം കിട്ടിയാൽ എന്താവും സംഭവിക്കുക? 10 കൊല്ലം പറ്റാത്തതിന്റെ ആർത്തിയോടുകൂടി അവറ്റകൾ കക്കില്ലേ? അല്ല, കക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നല്ല പറഞ്ഞത് ഖജനാവിൽ. എന്തായാലും ഖജനാവിലേക്ക് ആർത്തിയോടുകൂടി അവറ്റകൾ ഇരച്ച് കയറില്ലേ? മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഷാജി പറഞ്ഞത് ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. സത്യം പറയുന്നതിന് ആരെയും പഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പോങ്ങൻ ആ ഷാജിയെ ഒരിക്കലും പഴിക്കില്ല. പക്ഷേ മതപ്പേരിൽ പാർട്ടി രൂപീകരിച്ച് സ്വന്തം മതസ്ഥർക്കായി ഭരണം പിടിക്കണം എന്ന് പറയുന്നവരെ മതേതര പാർട്ടിയായി മനസ്സിലാക്കുകയും ആ നിലയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളുടെ ആ വിധേയത്വ ബുദ്ധിയെ തീർച്ചയായിട്ടും ഈ പോങ്ങൻ പഠിക്കും. അതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭരണം കിട്ടിയാൽ കോൺഗ്രസ് കക്കും. അതുപോലെ ലീഗ് സ്വമതസ്ഥരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി പ്രവർത്തിക്കുകയും ചെയ്യും. അത് ഈ നാടിനോ നാട്ടു മതേതരത്വത്തിനോ ഒരു നിലയിലും ഗുണം ചെയ്യില്ല. എന്നാൽ സർവനാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. മുടിഞ്ഞു പോകും നാട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഭരണം ഏൽപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കോൺഗ്രസ് ഭരിച്ചാൽ BJPക്ക് ഒരുപക്ഷെ കൂടുതൽ വേഗം വളരാൻ സാധിക്കുമെന്നത് നേരാണ് കേട്ടോ. പക്ഷേ ഭരിക്കാൻ പാകത്തിന് വളരുമ്പോഴേക്കും നാട് സമ്പൂർണ്ണമായി മുടിഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് ഒരു 5 കൊല്ലം കൂടി ഇടതുപക്ഷത്തിന് കേരളത്തെ കക്കാനായി അങ്ങ് വിട്ടുകൊടുക്കണം. അധികമൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ. മിച്ചമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും കൂടി എടുത്തുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് വെക്കണം. എന്തായാലും അമ്പലങ്ങൾ കൊള്ളയടിക്കുമെന്ന ഭയം ഹിന്ദുക്കൾക്ക് ഒട്ടും തന്നെ വേണ്ട കേട്ടോ. അതിന്റെ പേരിൽ അമ്പലം ഇനിയും കൊള്ളയടിക്കുമെന്ന് പേടിച്ചുകൊണ്ട് കമ്മികൾ വോട്ട് ചെയ്യാതിരിക്കേണ്ട ഹിന്ദുക്കൾ ആരും. ഭഗവാന്മാരുടെ കാര്യം ഭഗവാന്മാർക്ക് നോക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു വിചാരം, അത്രയെങ്കിലും ഒരു വിശ്വാസം നമ്മുടെ ദൈവങ്ങളിൽ നിങ്ങൾ ഹിന്ദുക്കൾ അർപ്പിക്കണം. അയ്യപ്പന്റെ മുതൽ കട്ടത് എങ്ങനെ പുറത്തു വന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ് പുറത്തു വന്നത്? കട്ടവരും കക്കലിന് കൂട്ടുനിന്നവരും കളവിന് കാവൽ തീർത്തവരും കട്ടവരെ പിടിക്കേണ്ടവരും കട്ടവരെ പിടിപ്പിക്കേണ്ടവരും ഒക്കെ ഒറ്റക്കെട്ടായിട്ടും കട്ടവന്മാർ നാട്ടുകാർക്ക് മുന്നിൽ വെളിപ്പെട്ടില്ലേ? ഇല്ലേ? എന്താ കാരണം? മറ്റേ നമ്മുടെ സാമ്പ്രാണി തിരിക്കാരുടെ പരസ്യം പറയുന്നത് സത്യമാണെന്നതാണ് കാരണം. അതായത് ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ മുതൽ കാത്തോളും. തൽക്കാലം നമ്മൾ നമ്മുടെ നാട് കാക്കാൻ വേണ്ടുന്ന പണിയാണ് ചെയ്യേണ്ടതെന്നാണ് പോങ്ങൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ചുരുക്കം. അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. തീവ്രമത മൗലികവാദികളുടെ കടിഞ്ഞാണിൽ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ സംഭവിച്ചാൽ ഹരിത കേരളത്തിലെ നാട്ടുമതേതരത്വം കെട്ടുപോകും. തീർച്ചയായിട്ടും കെട്ടുപോകും. മനുഷ്യർ തമ്മിലടിക്കും, അനീതി അടക്കി വാഴും. അതിലൊന്നും യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഉറപ്പിക്കുക. ഈ കള്ളക്കമ്മികൾ ഭരണം നടത്തുന്ന കേരളത്തിൽ അമ്പലങ്ങളെ കൊള്ളയടിക്കപ്പെടുകയുള്ളൂ. കട്ടളകളും വാതിലുകളും കിണ്ടിയും മോന്തയും നെയ്യും തേങ്ങയും ഒക്കെ കള്ളക്കമ്മികൾ പെറുക്കിക്കൊണ്ടും പോകും. എന്നാൽ സുടുക്കൾ സ്പോൺസർ ചെയ്യുന്ന കൊങ്ങി സർക്കാർ ദേവസ്വം ഭരണം തുടങ്ങിയാൽ ഹൈന്ദവ ദൈവങ്ങൾ തീർച്ചയായിട്ടും തൊഴിൽ രഹിതരായി പോകും. കാരണം വിഗ്രഹാരാധന അത് വളരെ കൊടിയ പാപമായി കാണുന്ന വലിയൊരു ശതമാനം, വളരെ വലിയൊരു ശതമാനം വലതുപാളയത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. അവരാണ് ഭരണയന്ത്രം തിരിക്കുന്നതെങ്കിൽ പെട്ടുപോകും. ഭയപ്പെടുത്താൻ പറയുന്നതല്ല, യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് ആലോചിക്കുന്ന ആർക്കും തീർച്ചയായിട്ടും അത് മനസ്സിലാവും. അതുകൊണ്ട് മുടിച്ചു കക്കുന്നവരെക്കാൾ കട്ടുമുടിക്കുന്നവരാണ് തൽക്കാലം ഭേദം. അടുത്ത 5 കൊല്ലം കൊണ്ട് 140 നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളാക്കാൻ സാധിക്കുന്ന നിലയിൽ കമ്മി കൊങ്ങി സമ്പ്രദായത്തിലുള്ള ജനസേവനാസക്തി പേറാത്ത ആളുകളെ, ആളുകളെ കണ്ടെത്തി അവരെ കേരളത്തിനിണങ്ങുന്ന പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വക്താക്കളാക്കി BJP
പരുവപ്പെടുത്തിയെടുക്കണം. അവർ പൊങ്ങച്ചക്കാരും അല്പന്മാരും ആവുകയേ അരുത്. അതുപോലെ തന്നെ സ്വാർത്ഥരും ധനാർത്ഥരും ആവരുത്. നല്ലോണം പ്രസംഗിക്കാൻ കഴിയുന്നവരെയെല്ലാം നാവടക്കിക്കൊണ്ട് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെയാണ് BJP തീർച്ചയായും തിരഞ്ഞുപിടിച്ച് ജനസേവകരാക്കേണ്ടത്. ജനങ്ങളെ ഭരിക്കാനുള്ള അധികാരികളെയല്ല, അവരെ സേവിക്കാനുള്ള ജനദാസരെയാണ് BJP ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തൽക്കാലം വിജയം വിലയ്ക്ക് വാങ്ങാൻ നിൽക്കാതെ കമ്മികൾക്ക് കടിഞ്ഞാണിട്ട് മൂക്കുകയറിട്ട് അവരെ കൊണ്ട് 5 കൊല്ലം കൂടി നാടിന്റെ ഭരിപ്പ് പണി എടുപ്പിക്കുകയാണ് വേണ്ടത്. ഒപ്പം പ്രാപ്തിയുള്ളവരെ ജനസേവകരായി ഇതിനോടകം പരുവപ്പെടുത്തി എടുക്കുകയും വേണം. നമ്മുടെ ഈ നാടിനുണ്ടാവുന്ന നാശത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ട നീക്കമാണ് BJP ഇനി നടത്തേണ്ടതെന്നുള്ളതാണ് പോങ്ങന്റെ ഒരു പക്ഷം. നമ്മുടെ ഈ കേരളത്തിന്റെ ഭാവിയിൽ അല്പമെങ്കിലും പ്രതീക്ഷ ആളുകൾക്ക് വയ്ക്കാൻ കശ്മലന്മാരെക്കാൾ കള്ളന്മാർക്ക് നാട്ടുഭരണം തൽക്കാലത്തേക്ക് വിട്ടു നൽകുന്നതാണ് നല്ലത്. അതുകൊണ്ട് പോങ്ങന്റെ അഭിപ്രായത്തിൽ തുടരണം ഇടതുഭരണം, വരണം ഇനിയും ഇടതുഭരണം. പോഗനെ പോലുള്ള ഒരു കമ്മി വിരുദ്ധൻ, ഇടതുവിരുദ്ധൻ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല അത്. ഗതികേട് കൊണ്ടാണ്, ഭയം കൊണ്ടല്ല, തിരിച്ചറിവ് കൊണ്ടാണ്. സ്നേഹം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.